മോളിത് പിടിച്ചോ, മമ്മി കാല് വാഷ് ചെയ്തിട്ട് വരട്ടെ. മമ്മി ഇവിടുത്തെ ബാത്റൂം പുറത്താ. നോ അറ്റാച്ച്ഡ്. ഇവിടെ വെന്റിലേഷനും ഇല്ല, കാറ്റും ഇല്ല. ഈ വീട്ടിന് ചുറ്റും ചെളിയും വെള്ളവും. നീ എങ്ങനെ മോളെ ഇവിടെ കഴിയുന്നു? മോളെ, ഇവിടുത്തെ മസ്കിറ്റോസ് പോലും നിന്നെ കടിച്ചോ? സൂക്ഷിക്കണേ, കാലിന് മന്ത് വരും, വീങ്ങും. മമ്മി മമ്മി കാലിടണ്ടേ? വരൂ. ഡേർട്ടി പ്ലേസ്. കാപ്പൂടി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്ന് ഉച്ചയ്ക്ക് എസ്റ്റേറ്റിൽ മരുന്ന് കളിക്കാൻ ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തണം. വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഫ്ലവർ ഷോ അല്ലേ? ആ റോസസിനൊക്കെ മരുന്നടിച്ചോ? ചെല്ല്, ഞാൻ വരുന്നു. എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നു? മിസ്സസ് മേനോൻ ലഞ്ചിന് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞു. ആഹാ, എനിക്കൊരു ഗ്ലാസ് ബിയർ എടുക്കും. ഇതാണ് എന്റെ ബെഡ്റൂം. എന്താണ് ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. മാഡം. യെസ്, കം ഇൻ. ഞാൻ വിളിച്ചു കൊടുത്തോളാം. ഞാൻ കുടിക്കാറില്ല. ഇത് വേറല്ലേ? ഇവിടുത്തെ പച്ചവെള്ളം കുടിക്കാൻ കൊള്ളില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ്. ഡാഡി വന്നില്ലേ? നിന്റെ ഡാഡി റെഡി ആയില്ല. ഡാഡി, ഡാഡി. യെസ്, കമിങ്. രഘു വരുന്നില്ലേ? ഞങ്ങൾ വാക്കിങ്ങിന് പോവാണ്. ലെറ്റ് us start. വാമനെ. രഘുവിന്റെ കമ്പനിയിലേക്ക് ഇവിടുന്നായാലും അവിടുന്നായാലും ഒരേ ദൂരേ ഉള്ളൂ. എന്നുവെച്ച് വീട്ടുകാരെ ഉപേക്ഷിക്കണമെന്നല്ല മമ്മി പറയുന്നത്. അവിടെയാണെങ്കിൽ മോന്റെ അച്ഛനമ്മയ്ക്കും വേറെയും കുട്ടികളുണ്ട്. എനിക്ക് മോളല്ലാതെ ഇവിടെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. സത്യം പറഞ്ഞ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ മോളുടെ ഡാഡി ഉറങ്ങിയിട്ടില്ല. എന്നും അവളെ ഓർത്ത് കരയും. പറഞ്ഞാ വിശ്വസിക്കില്ല. ഞങ്ങൾ അവളെ വളർത്തിയ വിധം അങ്ങനെയാ. ഇതാ ഈ അടുത്ത കാലത്താണ് അവള് ചോറുണ്ണാൻ തുടങ്ങിയത്. അതുവരെ ബ്രെഡ്, മുട്ട, മീന്, കോഴി ഇതേ അവള് കഴിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ പാലോ ജ്യൂസോ അതേ കൊടുക്കാറുള്ളൂ. അഥവാ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് ഫിൽട്ടർ ചെയ്തേ കൊടുക്കൂ. അങ്ങനെയാ ഞാൻ അവളെ വളർത്തിയത്. ഇപ്പൊ മമ്മി, മമ്മി കരയാതെ. മോനെ, അപ്പൊ കുറുക്കം പറഞ്ഞു, കാക്കേ കാക്കേ നീ നന്നായി പാടുമല്ലോ. കാക്ക പാടും അമ്മ? പണ്ടത്തെ കാക്ക പാടും. സുശീലേ, നീ ഇന്ന് കാലത്ത് എന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തോ? എന്തിന്? 5-6 ദിവസമായി ഞാൻ പറയുന്നു കുഞ്ഞുമോൾക്ക് ആ ടോണിക്ക് വാങ്ങിക്കാൻ. കാശ് ചോദിച്ചാൽ തരില്ല. പാതിരായ്ക്ക് വരുന്ന നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ രൂപ എടുത്ത്
പ്രഭാകരനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അതാ. നീ വാങ്ങിച്ചു അല്ലേ? നിന്റെ ഒരു മരുന്ന് എന്നോട് ചോദിക്കാതെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ നിന്റെ അച്ഛൻ സമ്പാദിച്ചാണ് കാശ്. എന്തിനാ എന്റെ അച്ഛനെ പറയുന്നത്? 10,000-20,000 രൂപ എന്റെ അച്ഛൻ സമ്പാദിച്ചാണ് നിങ്ങൾക്ക് തന്നത്. അത് മുഴുവൻ കള്ളുകൂടി. എടാ, ഈ വീട്ടിൽ നിന്റെ തന്തയായ എന്നെ നീ ഓർക്കണ്ട. അയലത്തുകാരെ പേടിക്കണടാ. അവരെ കൊണ്ടൊന്നും പറയിക്കാതെ. എന്റെ ഭാര്യയുടെ തല്ലിയന് ഒരു നാറിയൊന്നും പറയണ്ട. ഇനിയും ഞാൻ അവളെ തല്ലും. നിങ്ങളും ഭാര്യ മാത്രമല്ലോ ഈ വീട്ടിൽ, മറ്റുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ? എന്താടാ നീ പറഞ്ഞു? നിനക്ക് ഉറങ്ങണമെന്ന് തൊട്ടുപോരുതവനെ. നിന്റെ കയ്യൂക്ക് കെട്ടിയോട് കാണിച്ചാൽ മതി. കുറെ ഇത് സഹിക്കുന്നു ഈ തല്ലും തൊഴി. ഇനി ഇതിവിടെ പറ്റില്ല. നിന്റെ തോന്നിയാസത്തിന് വേറെ സ്ഥലം നോക്കൂ. നല്ല കാപ്പിക്കുരുവണമ്മ, വേഗം വറുത്ത് പിടിക്കും. ഇന്നലെ മുഴുവൻ വയനാട്ടിലായിരുന്നു ഓട്ടം. തീരെ ഉറങ്ങിയിട്ടില്ല. ഈ ഇങ്ങനെ തടി നോക്കാണ്ട് രാവും പകലും കിടന്ന് നയിക്കേണ്ട മോനെ. ഞമ്മക്ക് ഇവിടുത്തെ പണിയൊക്കെ തന്നെ മതി. അത് പറ്റൂലമ്മ. സൈനവാന്റെ കാര്യം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഒരിടത്തരക്കാരൻ കൊടുക്കണം 20-25 സ്ത്രീധനം. പൊന്നും പണ്ടും വേറെ. ഓളെവിടെ? അക്കാര്യൊന്നും പറയണ്ട. ഇന്നലെ ഉച്ച മുതൽ കഥ കരഞ്ഞോണ്ട് കുത്തിരിക്കുന്നു. എന്തേ? ഈ എന്നെ ചോദിച്ചു നോക്ക്. സൈനോ, നീ എന്താ കരയണത്? പുരുഷോത്തമൻ, കെയർ ഓഫ് മാരുതി ഹോട്ടൽ. നിനക്കറിയോ എഴുതിയവനെ? തുന്നൽ പഠിക്കാൻ പോകുമ്പോ എന്നും പുറകെ വന്നൊരു ചെറുപ്പക്കാരൻ എന്നെ മക്കാറാക്കലുണ്ട്. ബസ്സിൽ കയറിയാലും അയാൾ എന്നെ തോണ്ടി ഇടങ്ങാറാക്കും. അപ്പൊ അതുകൊണ്ടാണ് നീ ഈ തുന്നൽ പഠിപ്പ് നിർത്തിയത് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ അറിഞ്ഞ കൂട്ടവും കുറിയുമാവെന്ന് പറഞ്ഞു ഉമ്മ. അത് ശരി. എന്നാണ് ഈ കത്ത് വന്നത്? ഇന്നലെ ഉച്ചക്ക് നിങ്ങൾ പണിക്ക് പോയ ഉടനെ. പുരുഷോത്തമൻ, കെയർ ഓഫ് മാരുതി ഹോട്ടൽ. എനിക്ക് കത്ത് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. ഒരാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. കാലത്ത് മുതലേ കാത്തിരിക്കുക. അതാ റഹീമേ. ഇതാണ് പുരുഷോത്തമൻ. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. നിങ്ങൾ ആരാ? എല്ലാം പറയാം. വരി വരി. ഈ കത്ത് നിങ്ങൾ എന്റെ പെങ്ങൾക്ക് അയച്ചതാ? സാർ, ഇനി എന്നെ അടിക്കണമെങ്കിൽ ഈ കൈ കൂട്ടിക്കെട്ടണം. എന്തിന്? അല്ലെങ്കിൽ ഞാൻ തിരിച്ചടിക്കും സാർ. നീ അടിക്കും അല്ലടാ. ഇത് കണ്ടോ സാർ? എന്റെ പെങ്ങളുടെ പേർക്ക് ഇവൻ അയച്ചതാണ്. അതിന് നടുറോട്ടിൽ വെച്ചൊരു പോലീസുകാരനെ തല്ലാൻ നിനക്കാരാണ് അധികാരം തന്നത്? വായിച്ചു നോക്കണം സാർ. സാറിന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു കത്ത് കിട്ടുന്നതെങ്കിൽ അവിടെ ഉളുപ്പും മാനുള്ള ആൺകുട്ടികൾ. പുരുഷോത്തമൻ എഴുതിയാണോ ഈ കത്ത്? എടോ, താൻ എഴുതാണോന്ന്? നാണില്ലല്ലോ ഈ ഉടുപ്പിട്ട് ജോലിന്ന് തനിക്ക് ഇങ്ങനത്തെ ഒരു കത്ത് എഴുതാൻ. ഈഡിയറ്റ്. നിങ്ങളൊരു പരാതി എഴുതി തരും. ഐ വിൽ ടേക്ക് ആക്ഷൻ. വേണ്ട സാർ. കേസും കോടതിയും ഒക്കെ ആയാൽ എന്റെ പെങ്ങളെ മാനം പോകും സാർ. ഞാൻ ചെയ്ത കുറ്റത്തിന് സാർ എന്നെ ശിക്ഷിക്കണം സാർ. അടിക്കണം സാർ. അല്ലെങ്കിൽ സാറിന് ജയിലിൽ അടയ്ക്കണം. എന്റെ പെങ്ങളെ കോടതി കയറ്റരുത് സാർ.
റഹീമേ, ആ എന്നെ അന്വേഷിച്ച് റഹീം വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. എന്താ വിശേഷിച്ച്? എന്റെ പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. ഓഹോ, നല്ല കാര്യം. ഞാൻ മാഷെ അന്വേഷിച്ചത്. മനസ്സിലായി. എന്റെ മകന്റെ കല്യാണത്തിന് റഹീമിനോട് വാങ്ങിച്ച കാശ് ചെക്കനെ വീട്ടുപിയാപ്പിളയക്കണമെന്നാണ് ഉമ്മാന്റെ വാശി. കല്യാണം കഴിഞ്ഞാലും പെണ്ണ് ഞമ്മളെ പുറകെ തന്നെ നിൽക്കും. അതിന് അറ ഒരുക്കണം. അതൊരുപാട് ചെലവുള്ള കാര്യം. പുറമേ കെട്ടിച്ചു കൊടുക്കണേലും വേണം ഒരുപാട് പൈസ. സ്ത്രീധനം കൊടുക്കണ്ടേ? അപ്പോ ഇക്കല്യാണത്തിൽ സ്ത്രീധനം വേണ്ടേ? വേണ്ട. എന്നാലും ചെലവിന് ഒരു കുറവുമില്ല. ചെക്കന് തുണിഷാപ്പിൽ തുണി മുറിച്ചു കൊടുക്കുന്ന പണിയാണ്. ഓന്റെ അറസാമാനത്തിന്റെ ലിസ്റ്റ് കേട്ടാലേ ഓൻ വലിയ കുറേശ്ശാണെന്ന് തോന്നും. ഇരട്ടക്കട്ടില്, റബ്ബറിന്റെ മെത്ത, റേഡിയോ, ഫാൻ, സോഫ, ഒന്നും പറയണ്ട. കിടക്കണ മുറിയില് കുളിമുറിയും തണ്ടാസും വേണമെന്നാണ് ഓനിപ്പോ പറയണത്. അതൊന്നും ഞമ്മള് കൂട്ടിയാ കൂടൂല. എന്നാലും ഒരു മട്ടത്തിനൊക്കെ വേണ്ടേ? മാഷ് കയ്യെങ്കിൽ ആ പൈസ ഈ ആഴ്ച തന്നെ. എന്റെ മോൻ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി. ഞാൻ അവരെ ഒന്ന് കാണട്ടെ. റഹീമിന്റെ കാശ് ഈ ആഴ്ച ഒന്ന് തരാം. എന്നാ ഞാൻ വരാം. ശരി മാഷ്. സൈനബാനൻ ഇങ്ങോട്ടൊന്നും കാണൂലല്ല. അതെന്താ? അന്റെ പുയ്യാപ്പള വിടണ്ടേ? ഞാൻ വരും. അല്ല, നിങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനായിരുന്ന? നിന്റെ കല്യാണത്തിന്റെ വിഷയം അനക്കറിയില്ലല്ല. എന്റെ 9ാം വയസ്സില് ഞാൻ ഓത്ത് പഠിക്കുന്ന കാല. എനിക്ക് തന്നെ അത് മറന്നുപോയി. ഓർത്ത് നോക്കിയാലേ ഒരു ദിവസം ഒരുപാട് ആളും പെണ്ണുങ്ങളെ പാട്ടും കളി. ഒടുവിൽ എന്നെ കൊണ്ടുപോയി ഒരറയിലാക്കി. അവിടുന്നാണ് ഞാൻ ആളെ കണ്ടത്. നല്ല മൊഞ്ചുള്ള ആളാ. ഇനി ഒന്നേ നോക്കിയുള്ളൂ. ഞാൻ പേടിച്ച് നിലവിളിച്ച് അറയെന്ന് പുറത്തേക്ക് പാഞ്ഞു. പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? 2 തവണ വന്നു. കൊളമ്പില് കച്ചവടമുള്ള ആളായിരുന്നു. നിങ്ങളോട് സ്നേഹമായിരുന്ന? ആർക്കറിയാം. 2ാമത് വന്ന് പോകുമ്പം എന്റെ വാപ്പാനോട് പറഞ്ഞാലോ, ഇനി വരുമ്പം എന്നെ കൊളമ്പിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ വന്നത് കമ്പിയാന്ന്. ആള് മയ്യത്തായിന്ന്. പയ്യെ കഥ പറഞ്ഞിട്ട് എന്താ? അന്റെ കല്യാണം അങ്ങനെയല്ലല്ലോ. പ്രിയാപ്പിൾ എവിടെയുള്ള ആളല്ലേ? അനക്ക് എന്നും കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടം പറഞ്ഞ് നേരം പോയി. ഞാൻ വന്നത് എന്തിനാന്നറിയോ? നിങ്ങളെ ക്ഷണിക്കാന്. ഐഷത്താത്ത എന്റെ കല്യാണത്തിന് വരണം. എനിക്കതിന് വലിയ ആശയുണ്ട്. പക്ഷേങ്കില് ഇക്കാക്ക വിടൂല. ഞാൻ പോട്ടെ. നിക്ക്. ഇത് നിന്റെ കല്യാണത്തിന് അവിടെ വന്ന് തരണമെന്ന് കരുതിയതാ. എനിക്കതിന് കൂടാൻ പറ്റൂല. ഇന്നാ. വേണ്ട, ഇക്കാക്ക വഴക്കു പറയും. ഇല്ല, വഴക്കിട്ടാൽ നിന്റെ ഇക്കാക്കാനോട് പറയണം, സ്നേഹിച്ച ഒരാളൊരു സമ്മാനം തന്നാൽ വിലക്കരുതെന്ന്. സൈനബ വാങ്ങിച്ചോ? സർവത്തെടുത്തോളി. അറ്റാച്ച് ഉണ്ടാക്കിയില്ലേ ബാത്റൂം? ടൂയിൽവന്ന അല്ല, ചെല്ലു കോഴിക്കോട് മാത്രമേ കിട്ടുള്ളൂ. റബ്ബറിന്റെ കളിക്കാനില്ല പറഞ്ഞത്. ബോംബെ ഡേയിന്റെ ചെറിക്കോട്ടുണ്ട്. ഇതിൽ നൈസാണ്, വില കൂടും. എനക്കെന്താണ് ഹിമാർ ഒരു കള്ളക്കളി?
അങ്ങോട്ട് കത്തൂടോ. സ്വിച്ച് മാറ്റണം. എന്താണല്ലോ ഒന്നും ഉണ്ടാത്തത്? പാല് പഞ്ചാര ഇട്ടിക്കണം. ബിരിയാണി കഴിച്ചതിന്റെ മുകളിൽ പാലും കൂടി കുടിച്ച നട്ടപ്പാലക്ക് തൂറാൻ മുട്ടുവോ? അപ്പം നോക്കല്ലേ, ചെട്ടിയല്ലേ അങ്ങോട്ട് കുടിച്ചാട്ട. ആരുടെ കത്താ മോളെ? സുശീലയുടെയാ. വായിക്ക്. മധുവേട്ടൻ വീട്ടുകാരുമായി വഴക്കിട്ട കാര്യം കഴിഞ്ഞ കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ആ വാശിക്കാവണം മിനിഞ്ഞാന്ന് ഒരു വാടക വീട്ടിലേക്ക് പെട്ടെന്ന് ഞങ്ങൾ മാറി. സ്വന്തമായൊരു വീട് എന്റെ സ്വപ്നമായിരുന്നു. വീട് വലുതും സൗകര്യമുള്ളതുമാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണങ്ങൾ എന്ന് സുശീല. ദൈവമേ, എന്റെ മോളുടെ കഷ്ടപ്പാട് തീർന്നു. കണ്ടതിന് വെച്ചു വിളമ്പിയും അവന്റെ വിഴുപ്പലക്കാതെയും ഇനി അവന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം